Financial Services. Working closely with the community for many years. Free phone 0800 112 3030. മലയാളത്തിനായി 0203 006 2977. Allied Financial Services. യുഗ്മ സ്റ്റാർ സിംഗർ സീസൺ 2-ന്റെ ഓൾഡ് ഈസ് ഗോൾഡ് റൗണ്ടിൽ അടുത്തതായി പാടാനെത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഗായിക അനു നിശാന്ത്. അനു ഇവിടെ എവിടെയാണ് താമസം? ലണ്ടനിൽ പേളി. യു കെയിലെത്തിയിട്ട് എത്ര വർഷം? 7 വർഷം കഴിഞ്ഞു. 7 വർഷമായി. ഹസ്ബൻഡ് എന്ത് ചെയ്യണു? ഹസ്ബൻഡ് നാഷണൽ റെയിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഹസ്ബൻഡിന്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ സപ്പോർട്ടും? തീർച്ചയായിട്ടും. പുള്ളിക്കാരനാണ് എല്ലാ തെറ്റുകളും പറഞ്ഞു തരാറുള്ളത്. കേട്ടിട്ട് വളരെ നന്നായി പാടിയാൽ മാത്രമേ ഉള്ളൂ നല്ലതെന്ന് പറയാറുള്ളൂ. ഏത് പാട്ടാണ് ഇന്ന് ഈ റൗണ്ടിൽ പാടാനെത്തുന്നത്? ഞാൻ അഞ്ജന കണ്ണെഴുതി തച്ചോളി ഉദയൻ ഫിലിമിൽ പാടിയ. തച്ചോളി ഉദയൻ എന്ന സിനിമയിൽ പി ഭാസ്കരൻ സാർ രചിച്ച് MS ബാബുരാജ് സാർ സംഗീത സംവിധാനം നിർവഹിച്ച് പ്രിയപ്പെട്ട നമ്മുടെ ജാനകി അമ്മ ആലപിച്ച അഞ്ജന കണ്ണെഴുതി എന്ന ആ അതീവ ഹൃദ്യമായ ഗാനത്തിനായി അനു നിശാന്ത്. കൊടുമയ ചൂടാ
അനു ഹലോ. നന്നായി പാടിയോ? ആ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നല്ല ഫീൽ ഉണ്ടായിരുന്നു. വളരെ മനോഹരമായി പാടി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ചിരിച്ചുകൊണ്ടൊക്കെ പറഞ്ഞെന്നൊക്കെ വിചാരിച്ച വന്നത്. ജാനകിയമ്മ ചിരിച്ചിട്ടാണോ പാടിയത്? അറിയില്ല, എനിക്ക് ചിരിച്ചു പറഞ്ഞ കംഫർട്ടബിൾ. പാട്ടിൻ്റെ പോരായ്മകളെക്കുറിച്ചും അതിൻ്റെ പോസിറ്റീവ് വശങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനോട് ചോദിക്കാം. ലോബ മാം. അനു വളരെ നല്ല എഫേർട്ടായിരുന്നു. ആ ഒച്ച കറക്റ്റായിരുന്നു ഈ പാട്ടിന്. ശരിക്കും എസ് ജാനകിയമ്മയുടെ തന്നെ ആ ഒരു പിച്ചും ആ ഒരു ഒച്ചയും എനിക്ക് നല്ലോണം തോന്നി. ആകെ അറപ്പുര വാതിലിൽ എന്ന് പറയുമ്പോൾ ഒരു ഹഷായിട്ട് വരുന്നുണ്ട്, ഒരു ഒച്ച അടഞ്ഞ പോലെ. പിന്നെ അത് ശരിക്കും വരുന്നുണ്ട്. അത് ശരിക്കും അങ്ങനെ ആവശ്യമില്ല, അത് ക്ലിയർ ആയിട്ട് തന്നെ പാടാം. കൊടുമയിൽ ചൂടാനൊരു രണ്ടാമത്തെ പ്രാവശ്യം ഇത്തിരി ഒന്ന് ശ്രുതി, ഇത്തിരി അധികമല്ല, പക്ഷെ എന്നാലും ഒരു വേരിയേഷൻ അവിടെ വന്നു. കന്നിവയൽ വരമ്പത്ത് എന്ന് പറയുമ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ ഇത്തിരി ഒരു കള്ളച്ചിട അവിടെ തോന്നിയല്ലേ. അതൊരു കള്ളച്ച ഒന്ന് പുറത്ത് വരാനുള്ളൊരു ശ്രമം നടത്തി, അത് വളരെ എവിഡൻ്റ് ആയിരുന്നു. അതേപോലെയുള്ള രണ്ടാമത്തെ സ്റ്റാൻഡ് വളരെ കറക്റ്റായിരുന്നു, അങ്ങനെ തോന്നിയില്ല. ഞാൻ പറഞ്ഞ പോലെ ആ ഒരു വോയിസ് ഉണ്ട് ഈ ഒരു പാട്ടിന്. അത് വളരെ നല്ലൊരു എഫേർട്ടായിരുന്നു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അത്. താങ്ക് യു. സണ്ണി സാർ വളരെ നന്നായിട്ട് പാടി കേട്ടോ. എസ് ജാനകിയമ്മയുടെ പാട്ടുകൾ മാത്രമാണോ പഠിക്കാറില്ല? അതിനെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ആളാണോ? അതുകൊണ്ടല്ല. അത് ഈ പാട്ട് ഒരുപാട് സ്റ്റേജുകളിൽ പാടിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ വളരെ കുഞ്ഞിലെ എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചു തന്ന പാട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അമ്മയിൽ നിന്നുള്ള ആ ഊർജ്ജം ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പാടിയെന്ന് മാത്രമല്ല, എക്സാക്റ്റ് ഇതുപോലെ തന്നെ വന്നു. പിന്നെ ടീച്ചർ പറഞ്ഞ അറപ്പുര എന്നുള്ളത് ഒറിജിനലിനകത്ത് ആ റാ എന്നുള്ള അക്ഷരം ക്ലിയർ അല്ല, അതുകൊണ്ടാണ് അതുപോലെ തന്നെ പഠിച്ചു വെച്ചത് അല്ലേ? അത് എസ് ജാനകിയമ്മയാണെങ്കിൽ അഞ്ജന കണ്ണന് പകരം അഞ്ജന കണ്ണെഴുതി, ഞാൻ അഞ്ജന കണ്ണെന്ന് തന്നെ തിരുത്താൻ ശ്രമിച്ചു. ഞാൻ ഇതിലെ കേട്ടു. അപ്പൊ അഞ്ജന എന്നാണ് വാക്ക് വന്നിരിക്കുന്നത്. അല്ല, ഞാൻ അഞ്ജനയെന്നാ പാടിയത്. അതിന് കുഴപ്പമില്ല, രണ്ടും ശരിയാണ്. അറപ്പുര എന്നുള്ളത് ഒറിജിനൽ പാടിയിരിക്കുന്നത് അത് ഈ റാ എന്നുള്ള ഇച്ചിരി ഒതുക്കിയാണ് നമ്മുടെ വായിക്ക് ഉള്ളിനുള്ളിൽ വെച്ച് പാടുന്ന പോലെയാണ് ജാനകിയമ്മ പാടിയിരിക്കുന്നത്. അത് തന്നെ അതുപോലെ എക്സാക്റ്റ് അത് തന്നെയാണ് പതിപ്പ്. അപ്പം അതിനകത്ത് കുഴപ്പങ്ങളൊന്നുമില്ല. ഒരു മൊത്തത്തിൽ നല്ലൊരു ഫ്ലോ ഉണ്ടായിരുന്നു, അക്ഷരശുദ്ധിയുണ്ട്. പിന്നെ ചില ഭാഗത്ത് വരമ്പത്തെ ടീച്ചർ പറഞ്ഞത് അതുതന്നെയാണ്, യാതൊരു വ്യത്യാസങ്ങളും ഇല്ല. മറ്റുള്ള കുറവുകൾ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ജാനകിയമ്മയുടെ മറ്റൊരു കോപ്പി എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ശരിയല്ലേ ടീച്ചറെ? ശരി, ആ ഒച്ച കറക്റ്റായിരുന്നു. കാരണം ഞാൻ ഈ പാട്ട് പാടുമ്പോൾ എനിക്ക് ആ ഒച്ച എനിക്ക് മാറ്റണം എൻ്റെ ഒച്ച. പക്ഷേ അനുവിന് അത് വേണ്ടി വരുന്നില്ല, അത് അങ്ങനെ താനേ വരണം. പക്ഷേ ഇതിൻ്റെ അകത്ത് എനിക്ക് പറയാനുള്ള ഒരു പ്രത്യേക കാര്യം, അതായത് അനു നിശാന്ത് എന്ന് പറയുന്ന ഒരു ഗായികയാണ് ഞങ്ങളിവിടെ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എസ് ജാനകിയമ്മയുടെ മറ്റു പതിപ്പിനെ അല്ല ഉദ്ദേശിക്കുന്നത്. നന്നായിട്ട് പാടി, പക്ഷേ അനുവിൻ്റെ ഒറിജിനൽ ശബ്ദമാണ് അതിലാണ് പാടേണ്ടത്. ശരിയല്ലേ ടീച്ചറെ? ടീച്ചർ പറഞ്ഞ അഭിപ്രായം അതാണ്. നന്നായിട്ട് പാടി, നല്ല ഫ്ലോയുണ്ട്, പക്ഷേ അതായത് അനുവിൻ്റെ സ്വന്തം ശബ്ദത്തിൽ പോകണം. ഇനി അടുത്ത പാട്ട് പാടുമ്പോൾ ആ രീതിയിൽ വേണം പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളൊരു റെക്കോർഡ് കേട്ടിട്ട് അതുപോലെ പാടിയാലും ശബ്ദം നമ്മുടെ തന്നെ ആയിരിക്കണം, എക്സാക്റ്റ് അത് തന്നെ ആയിരിക്കരുത് കേട്ടോ. അപ്പോൾ അതിനകത്തൊരു തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ തെറ്റില്ല, പക്ഷേ നമ്മൾ തനിമ ഉണ്ടാക്കണം. ഇനി അതാണ് ചെയ്യേണ്ടത്, തനിമ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പം മൊത്തത്തിൽ വളരെ നന്നായിരുന്നു. ഞങ്ങൾ എല്ലാവരും വളരെ ആസ്വദിച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ പോലെ തന്നെ കേട്ടു എന്ന് മാത്രം, ഒരു സെൽഫ് ഇംപ്രവൈസേഷനോ ഒന്നും അതിൻ്റെ അകത്ത് വന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ വന്നതിൽ തെറ്റില്ല. അപ്പം കുറയ്ക്കാം, നോട്ടുകൾ മാറരുതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ നിഗമനങ്ങൾ ശരിയായിരുന്നു എന്ന് തന്നെയാണ് ജഡ്ജസും പറയുന്നത്. നല്ല ഫീൽ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് മാർക്കിലേക്ക് കിടക്കാം അല്ലേ? We provide some of the best value flight specialist travel products. We offer this journey under the guidance of a team of travel experts. We are always in contact with world's best airlines to provide the journey at the cheapest rate. We always stand to provide a journey that satisfies all the needs of the customers. Your journey is our journey. We are at your reach to visit each and every corner of the world. Enjoy the natural beauty and to know the different cultures. Tom 10 Travels. Fly anywhere in the world. പെർമനന്റ് റെസിഡൻസി ശരിയാക്കിയത് പോൾ ജോൺ ആൻഡ് കമ്പനി സോളിസിറ്റേഴ്സ് ആണ്. എത്ര കോംപ്ലിക്കേറ്റഡ് വിസയും അവർ ക്ലിയർ ചെയ്തു തരും. പോൾ ജോൺ ആൻഡ് കമ്പനി സോളിസിറ്റേഴ്സ്, UK. ആ വണ്ടി ആക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷം പെഡലിക്ക് ഭയങ്കര വേദനയാണ്. Daddy, what's a pedal?
നെക്കില്ലേ മാനെ, നെക്ക് നെക്ക്. ഷോയി ചെറിയാനെ വിളിച്ച് പറഞ്ഞോ? അയ്യോടി, ഞാനത് മറന്നുപോയല്ലോ. വിളിച്ചാ വല്ലതും കിട്ടുവോ? വിളിച്ചു നോക്ക്, കിട്ടിയാ കിട്ടട്ടെ. ഹലോ, ആ ഷോയി. വാഹനങ്ങളിലൂടെയും വർക്ക് പ്ലേസിലൂടെയും നിങ്ങൾക്ക് സംഭവിച്ചേക്കാവുന്ന എല്ലാവിധ അപകടങ്ങളിലും അർഹമായ കോമ്പൻസേഷൻ ലഭ്യമാക്കുവാൻ കോൾ ഷോയി ചെറിയാൻ, ഡയറക്റ്റ് ആക്സിഡന്റ് ക്ലെയിം അസിസ്റ്റൻസ്, UK. ലോബ മാം. ഞാൻ 41. സണ്ണി സാർ. ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത് ഇനി അടുത്ത റൗണ്ടിൽ വരുമ്പോഴത്തേക്കും മാറ്റം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് തനിമയോടുകൂടി പാടും എന്ന് ഉദ്ദേശിക്കുന്നു. എക്സാക്റ്റ് അതിൻ്റെ പ്രിൻ്റ് വരരുത്. 2 മാർക്ക് കൂടെ കൂട്ട് ഇട്ട് തരാം. 2:42 കേട്ടോ. അപ്പോൾ 82 മാർക്ക്. ഹാപ്പിയാണോ? ഹാപ്പി.